ഹലോ കൂട്ടുകാരെ, ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയാണ് ഇടാൻ പോകുന്നത്. മഞ്ഞൾപ്പൊടി, ഉള്ളി, ടൊമാറ്റോ, അരി, ബിരിയാണി മസാല, ഉപ്പ്, ഗരം മസാല, നെയ്യ്, കരിയേപ്പില, മല്ലിയില, പുതിന, മുളക് പൊടി. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ആദ്യമായിട്ട് ഞാൻ ടൊമാറ്റോ റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അടുപ്പത്ത് ഒരു ചെറിയ കലം വെച്ചു. അതിലേക്ക് നെയ്യിട്ടതിന് ശേഷം അതൊന്ന് ചൂടാകട്ടെ. ആ നെയ്യൊന്ന് ചൂടാകട്ടെ. ചൂടായി അതൊന്ന് അലിഞ്ഞ് വരുമ്പോഴത്തേക്ക്, ഇതൊരു ചെറിയ കലമാണ് വെച്ചിരിക്കുന്നത്, കാരണം ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഒറ്റയ്ക്കുള്ളതുകൊണ്ട് ഒരു ചെറിയ ഗ്ലാസ് അരി ഇടുവാണ് ഞാൻ. അതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ടു, കറുവപ്പട്ടയും ഗ്രാമ്പൂ ഇട്ട് അതിൻ്റെ ആ മണം ഒന്ന് മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്തു. ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ഉള്ളിയും 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അധികം എരിവൊന്നും വേണ്ട, 2 പച്ചമുളക്. ആ ഉള്ളി ചെറുതായിട്ട് കനം കുറഞ്ഞരിഞ്ഞ് ആ ഉള്ളി അതിനകത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റണം. അത് എളുപ്പമൊന്ന് വഴലാൻ വേണ്ടിയിട്ട് ഒരു ശകലം ഉപ്പ് അതിൻ്റെ കൂടെ ചേർക്കാം. ഉപ്പിടുമ്പോഴത്തേക്ക് ആ ഉള്ളി നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരും. പിന്നെ കുറച്ച് കരിയേപ്പില ഇട്ടു. ആ കരിയേപ്പിലയും ഉള്ളിയും മുളകും കൂടെ ആ നെയ്ക്കകത്ത് കിടന്ന് നല്ലപോലെ ഒന്ന് വഴണ്ട് വരട്ടെ. അപ്പോൾ ആ വഴണ്ട് വരുമ്പോൾ നോക്കുക, അതിൻ്റെ കളറ് മാറുന്ന കണ്ടില്ലേ? അതിൻ്റെ കളർ ഒരു ഗോൾഡൻ കളറാവും. ആ നെയ്ക്കകത്ത് കിടന്ന് വറക്കുമ്പോഴത്തേക്ക് എന്തോ നല്ല മണമാണ് വരുന്നത്. ആ കരിയേപ്പിലയുടെയും ആ നെയ്യുടെയും കൂടെ ആ മണം എന്ത് നല്ല മണമാണെന്നറിയോ വരുന്നത്. അതൊന്ന് ഉള്ളി ഒന്ന് വഴണ്ടതിന് ശേഷം നമുക്ക് ഇച്ചിരി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ അതിനകത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിയിലയും പുതിനയിലയും, എത്ര മല്ലിയിലയുണ്ടോ അത്രയും തന്നെ പുതിനയിലയും എടുക്കണം. ഇത് രണ്ടുമാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നല്ലതുപോലെ മല്ലിയിലയും പുതിനയിലയും ഇട്ട് നല്ലതുപോലെ ഉള്ളിയോടെ ചേർത്ത് ഇളക്കുക. ഉള്ളിയോട് ചേർത്ത് ഇളക്കിയതിന് ശേഷം ടൊമാറ്റോ ഇടണം. ഇത് ടൊമാറ്റോ റൈസ് അല്ലേ, അപ്പോൾ ഇച്ചിരി ടൊമാറ്റോ കൂടുതലിടണം. ഞാനൊരു ചെറിയ ഗ്ലാസ് അരി വയ്ക്കുന്നത് കൊണ്ട് ഒരു 2 വലിയ ടൊമാറ്റോ ഞാനത് ചെറിയ പീസായിട്ട് അരിഞ്ഞ് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഉള്ളി അതിനകത്ത് കിടന്ന് നല്ലപോലെ ആ നെയ്ക്കകത്ത് കിടന്ന് വഴണ്ട് ഒന്ന് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ശകല സമയം ഒന്ന് അടച്ച് വയ്ക്കാം. സ്ലോയിലിടുക, ഗ്യാസ് സ്ലോയിലിടണം. ഇതേ നോക്കിക്കേ, കുറച്ച് സമയം കഴിഞ്ഞ് നമ്മളതൊന്ന് തുറന്ന് കഴിയുമ്പോൾ നോക്കിക്കേ, എല്ലാം നല്ല വെന്ത് നല്ല പരുവമായി. ഉള്ളിയും ടൊമാറ്റോയും പച്ചമുളകും മല്ലിയിലയും പുതിനയിലയും ഗരം മസാലയും എല്ലാം കൂടെ നല്ലതായിട്ട് വഴണ്ട് വന്നു. അതിലേക്കൊരു ശകലം മഞ്ഞൾപ്പൊടി ചേർത്തു, ഒരു ശകലം മുളക് പൊടി ഇടുക. കാശ്മീരി ചില്ലിപ്പൊടിയാണെങ്കിൽ നല്ല കളറ് കിട്ടും. അതില്ല, ഞാൻ വേറെ എരിവുള്ള മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത്. എനിക്ക് ഇച്ചിരി എരിവൊക്കെ വേണം. പിന്നെ നമുക്ക് അതിനകത്തോട്ട് ബിരിയാണി മസാല ഇടണം. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. ആ ബിരിയാണി മസാലയും പുതിനയും മല്ലിയിലയും കൂടെ ആകുമ്പം നല്ലൊരു മണം വരും. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നല്ലപോലെ വഴറ്റണം. സ്ലോയിലിടണേ, ഗ്യാസ് ഫുള്ള് ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോവും. ഇതെൻ്റെ ഒരു പുതിയ കേട്ടോ, ഞാൻ ഇതിനകത്ത് എന്നും ചോറ് വെച്ച് കഴിക്കുന്നത്. എനിക്ക് വലിയ ഇഷ്ടമാണ് കലത്തിലും ചട്ടിയിലും ഒക്കെ ചോറും കൂട്ടാനും ഒക്കെ വയ്ക്കാൻ. ഇനി നമുക്ക് കഴുകി വെച്ച അരി, ഈ അരി എങ്ങനെയാണെന്നറിയാമോ? ഒരു 15 മിനിറ്റ് മുമ്പേ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ നാട്ടിലെ അരിയൊന്നുമല്ല, ഞാൻ ഉപയോഗിക്കുന്നത് ജീര റൈസാണ്. ജീര റൈസോ അല്ലെങ്കിൽ സോന റൈസ്, അതിന് ചെറിയ അരിയാണ്. അത് അതിനകത്തിട്ട് നല്ലപോലെ ഇളക്കണം. ആ മസാലയെല്ലാം നമുക്ക് ആ അരിയിൽ നല്ലപോലെ പിടിക്കണം. ചട്ടി അടുക്കി പിടിക്കല്ലേ, തീ സ്ലോയിലിടണേ, കൂട്ടിയിടാൻ പാടില്ല. സ്ലോയിലിട്ടിട്ട് അത് നല്ലപോലെ അത് ഇളക്കുക. ഇളങ്ങി എല്ലാം നല്ല മയമായിട്ട് വന്നില്ലേ, ആ ടൊമാറ്റോ ഉള്ളി എല്ലാം നല്ലപോലെ വഴന്നു വന്നു. അത് ആ ചോറിനകത്തോട്ട് നല്ലപോലെ പിടിച്ച മസാല ഇട്ട നമ്മൾ മുളക് ഇട്ടു, മല്ലി ഇട്ടു, ബിരിയാണി മസാല ഇട്ടു, എല്ലാം നല്ലപോലെ ആ ചോറിൽ പൊതിഞ്ഞു വന്നു. ഇനിയും സ്ലോയിലിട്ടിട്ട് നമുക്ക് 1 ഗ്ലാസ് അരിയാണ് ഞാൻ ഇട്ടത്. 1 ഗ്ലാസ് അരി ഇടുമ്പോഴേ ഈ സോന റൈസിൻ്റെ ശകല വേവ് കൂടുതലുണ്ട്, നല്ല വേവുണ്ട്. അതുകൊണ്ട് ആ 15 മിനിറ്റ് കുതിർത്ത് വെച്ചത് തന്നെ. ഞാൻ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു.
ഇപ്പോൾ 1 ഗ്ലാസ് അരിയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം, 2 ഗ്ലാസ് അരിയാണെങ്കിൽ 4 ഗ്ലാസ് വെള്ളം. അത് നിങ്ങൾക്ക് മെഷർമെൻറ്റൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പോഴുള്ള ആൾക്കാർക്കൊക്കെ തന്നെ. പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഞാൻ അതിൻ്റെ മൂടി വെച്ച് അടച്ചു വെച്ചു. ഇനി നമുക്ക് ഒന്ന് സ്ലോയിലിടാം ഗ്യാസ്. ചെറുതായിട്ട് സ്ലോയിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്നു നോക്കാം. തുറന്ന് നോക്കുമ്പോൾ നോക്കിയേ, എന്ത് നല്ല ചോറാണ് വന്നിരിക്കുന്നത് നോക്കിയേ. ഇതിനകത്ത് എന്തെങ്കിലും കൂട്ടാൻ്റെ ആവശ്യമൊന്നും വേണ്ടി വരത്തില്ല. ഒരു കൂട്ടാനും വേണ്ട, ഒന്നും വേണ്ട. എരിവുമുണ്ട്, ഉപ്പുണ്ട്, പുളിയുണ്ട്, എല്ലാം ഉണ്ട്. ദേ നോക്കിക്കേ. അതിൻ്റെ കൂടെ ഒരു സലാഡും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സലാഡും കൂട്ടി ഈ ചോറൊന്ന് വായിലോട്ടൊന്ന് വെച്ച് കഴിച്ച് നോക്കി എത്ര ടേസ്റ്റാണെന്ന്. ഇത് കുഞ്ഞുങ്ങൾക്ക് ഡബ്ബയ്ക്കകത്ത് കൊടുക്കാം. ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഒരു ചോറുണ്ടാക്കിയിട്ട് കൊണ്ടുപോകാം. ജോലിക്ക് പോകുന്നവർക്ക് കൊണ്ടുപോകാം. എല്ലാവർക്കും നല്ല ഒത്തിരി ഇഷ്ടപ്പെടുന്ന, എനിക്കിത് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം എനിക്കറിയില്ല, അത് കമൻറ്റിൽ കൂടെ നിങ്ങൾ അറിയിക്കണം. എനിക്കിത് ഒരുപാട് ഇഷ്ടമാണ്.